സനോജ്, എങ്ങനെയാണ് കോട്ടയം ജില്ലയിൽ പൊതുവിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണരൂപം? അസ്ത, കോട്ടയം ജില്ലയിൽ യു.ഡി.എഫിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ ഉണ്ടായിരുന്ന 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇത്തവണ 17ഇടത്ത് യു.ഡി.എഫ് ആണ് വിജയിച്ചിട്ടുള്ളത്. ഈ 17-ൽ 14ഇടത്ത് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ, കേരള കോൺഗ്രസുകൾ തമ്മിൽ പോരാട്ടം നടന്ന കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ അവസാന നിമിഷമാണ് യു.ഡി.എഫ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ 6 നഗരസഭകളാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പാലാ നഗരസഭ മാത്രമാണ് എൽ.ഡി.എഫിന് ഭരണത്തിലെത്താൻ കഴിഞ്ഞത് എങ്കിൽ ഇത്തവണ പാലാ ഉൾപ്പെടെയുള്ള മുഴുവൻ നഗരസഭകളിലും യു.ഡി.എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പാലായിൽ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കുമില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു കുടുംബത്തിലെ 3 പേരാണ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബിജു പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ ദിയ ഉൾപ്പെടെ 3 പേർ വിജയിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും പിന്തുണ ആർക്കാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും പാലാ നഗരസഭയിലെ ഭരണം നിശ്ചയിക്കുക. ഒരു പരസ്യമായ പിന്തുണ തെരഞ്ഞെടുപ്പിന് മുൻപ് പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഈ 3 ഇടങ്ങളിലും യു.ഡി.എഫിന് സ്ഥാനാർത്ഥിമാർ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 ഇടങ്ങളിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥിമാരെ മത്സരിപ്പിക്കാതെ ഇവർക്ക് 3 പേർക്കും പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ അവർക്ക് ബാർഗൈനിങ് പവർ ഉണ്ടായിരിക്കുകയാണ്. അവർ നിശ്ചയിക്കുന്നത് പ്രകാരമാണ് ആര് നഗരസഭാ ചെയർമാൻ ആകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും അവരുടെ തീരുമാനമാവും ഇക്കാര്യത്തിൽ അന്തിമമായി ഉണ്ടാവുക. ഒപ്പം തന്നെ ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടായിരുന്ന 2 ഇടങ്ങളിലാണ് പ്രധാനമായും. ഒന്ന് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും 2 കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും. ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 2 പേരാണ് വെൽഫെയർ സ്ഥാനാർത്ഥിമാരായി മത്സരിച്ചത്. അവർ 2 പേരും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യു.ഡി.എഫ് സ്വതന്ത്ര വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതിയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വ്യക്തമായ ലീഡ് നിലനിർത്തുവാനും ഭൂരിപക്ഷം പഞ്ചായത്തുകൾ അധികാരത്തിൽ വരാനും ഈ യു.ഡി.എഫിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ജില്ലയിൽ ബി.ജെ.പി നേരത്തെ ഭരണത്തിലിരുന്ന 2 പഞ്ചായത്തുകളാണ്. ഒന്ന് മുത്തോലിയും ഒപ്പം തന്നെ പള്ളിക്കത്തൂർ പഞ്ചായത്തും. ഈ 2 പഞ്ചായത്തുകളിലും ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുത്തോലിയിലും പള്ളിക്കത്തോട്ടിലും എൽ.ഡി.എഫ് ആണ് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കിടങ്ങൂര്, ഐമനം, പൂഞ്ഞാർ തെക്കേക്കര ഈ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ബി.ജെ.പി ആണുള്ളത്. അവിടെ ബി.ജെ.പിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും അവിടെ സീറ്റുകളുണ്ട്. അത് ഏത് തരത്തിലാവും വരും ദിവസങ്ങളിൽ ഈ കക്ഷി നില എന്നതിനെ സംബന്ധിച്ചും ആരെ പിന്തുണയ്ക്കുമെന്നതിനെ സംബന്ധിച്ചുമാവും ഈ 3 പഞ്ചായത്തുകൾ ആര് ഭരിക്കണമെന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനമുണ്ടാവുക. അസിത.